നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചതിന് പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. അതിലാദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് കണ്ണൂർ പഴയങ്ങാടിയിൽ വെച്ചാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSU പ്രവർത്തകരെ നിരവധി DYFIക്കാർ ചേർന്ന് ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ വെച്ച് ആക്രമിക്കുകയായിരുന്നു. ഇതിനെയാണ് മുഖ്യമന്ത്രി പിന്നീട് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത്. അന്ന് ആ സംഭവത്തിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ മാറിയോ? ഇല്ല, ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ആ സംഭവം നടന്നിട്ട് ഏകദേശം 2 വർഷം പിന്നിടുന്നു. ഇപ്പോഴും ഒരു 3 മാസം കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കും. അന്ന് ചെടിച്ചട്ടിയും ഹെൽമറ്റൊക്കെ വെച്ചായിരുന്നു അല്ലേ ആക്രമണം? അതെ. എന്തായിരുന്നു ആ ഒരു സാഹചര്യം? എന്തായിരുന്നു? ഞാൻ 2 വർഷം മുമ്പ് ഈ സംഭവം നടന്നപ്പം തന്നെ പറഞ്ഞു. അതായത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല മുഖ്യമന്ത്രി തന്നെ കരിങ്കൊടി കാണിച്ചത്. അന്ന് എൻ്റെ സഹപ്രവർത്തകർ, KSUവിൻ്റെ സഹപ്രവർത്തകർ പഴയങ്ങാടി ടൗണിൻ്റെ അകത്തേക്ക് പോയപ്പോൾ അകാരണീയമായി അറസ്റ്റ് ചെയ്ത് കരിങ്കൽ തടങ്കിലേക്ക് എടുത്തു. കാരണം ചോദിച്ച സമയത്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കരിങ്കൽ തടങ്കിലെടുത്തത്. പക്ഷേ ആ എടുത്ത സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്കായിരുന്നു. മുഖ്യമന്ത്രി പഴയങ്ങാടി പരിപാടി ഉണ്ടായത് ഏകദേശം 4 മണി 5 മണി സമയം. ഭക്ഷണം പോലും കൊടുക്കാതെ സഹപ്രവർത്തകർ പഴയങ്ങാടി സ്റ്റേഷൻ്റെ അകത്ത് നിന്ന സമയത്ത് അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയ എന്നെയും എൻ്റെ കൂടെ ഉണ്ടായ ഒരു KSUക്കാരനെയും വീണ്ടും അവിടെ കരിങ്കൽ തടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് തികച്ചും ജനാധിപത്യ രീതിയിൽ റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഒരു കറുത്ത തുണിയെടുത്ത് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധത്തിൽ നടന്നു പോയത്. പക്ഷേ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന 100 കണക്കിന് DYFIക്കാരിൽ നിന്ന് 8ഓളം വരുന്ന DYFIക്കാർ അതിമൃഗീയമായിട്ടാണ് നമ്മൾ മർദ്ദിച്ചത്. അതിൽ ഇന്നും നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കാക്കിയിട്ട 100 കണക്കിന് പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴാണ് 8ഓളം വരുന്ന DYFI പ്രവർത്തകർ നമ്മളെ മർദ്ദിച്ചത്. അതിൽ തന്നെ 9 പേർക്കെതിരെ കേസെടുത്തു. 9 പേർക്കെതിരെ കേസെടുത്തിട്ട് പേരിന് മാത്രം 2 പേരെ അറസ്റ്റ് ചെയ്തു. 14 ദിവസം റിമാൻഡായി. പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മാതൃസംഘടനയായ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരം നടത്തുകയും 3 പേരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 4 മാസം തികയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക് 14,000 രൂപ വെച്ച് ഫൈൻ അടക്കാൻ വേണ്ടി കോടതി വന്നു. പക്ഷേ നമ്മളെ മർദ്ദിച്ചത്, പോലീസുകാരെ മുമ്പിൽ വെച്ച് നമ്മളെ മർദ്ദിച്ചതിന് ഒരു കേസ് പോലും, കുറ്റപത്രം കൊടുക്കാൻ പോലും പോലീസ് ആ സമയത്ത് തയ്യാറായിരുന്നില്ല. പാർട്ടിയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് അവസാന നിമിഷം ഈ മന്ത്രിസഭയുടെ അവസാന കാലങ്ങളിൽ കുറ്റപത്രം കൊടുത്തത്. ഇന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു വിചാരണ പോലും ആ കേസിൻ്റെ അകത്ത് ഇന്നേ വരെ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മെല്ലെപ്പോക്കൊക്കെ ഉണ്ടായിരുന്നു ഈ കേസിന്? നല്ല മെല്ലെപ്പോക്കായിരുന്നു. കേരളം കണ്ട പ്രതിഷേധങ്ങൾക്ക് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമുണ്ടായത് ഈ 21-ാം തീയതി മുൻ മുഖ്യമന്ത്രി വിളിച്ച ഒരു വാർത്താ സമ്മേളനമാണ്. അന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആ തല്ലി അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അവർ രക്ഷാപ്രവർത്തനമായത് കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ യാത്ര നല്ല രീതിയിൽ തിരുവനന്തപുരം അവസാനിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങളുണ്ടായത് മുഖ്യമന്ത്രിയുടെ ആ വാക്കിൻ്റെ പുറത്താണ്. മർദ്ദിക്കാൻ CPM-കാർക്കായാലും DYFIക്കാർക്കായാലും അത് കാക്കിയിട്ട പോലീസുകാർക്കായാലും പിന്നീട് മർദ്ദിക്കാനുണ്ടായ ധൈര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ അവർക്ക് കൊടുത്ത സപ്പോർട്ടോടാണ്. അതിൽ ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും അന്വേഷണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇതിപ്പോൾ UDFൻ്റെ ഒരു ഭരണം ഇപ്പോൾ വന്നിട്ടുണ്ട്, ആ ഘട്ടത്തിൽ ഇതിൽ കൂടുതലൊരു അന്വേഷണം എന്നല്ല, അന്ന് പകൽ പോലെ എന്താ പറയുക തെളിവുകളുള്ള ഒരു കാര്യമാണ്. നമ്മളെ മർദ്ദിച്ചവരെയൊക്കെ കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് എല്ലാ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. ആ നമ്മളെ മർദ്ദിച്ചവർക്ക് എന്താ പറയുക നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ആ കേസിൻ്റെ അകത്ത് നിന്ന് മല്ലേപ്പോക്ക് അവസാനിപ്പിച്ചുകൊണ്ട് കേസ് ഊർജ്ജസ്വലമായി സ്പീഡപ്പ് ചെയ്ത് അന്വേഷിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്. ഇതിലിപ്പോൾ മറ്റ് കുറച്ച് പേർക്ക് കൂടി മർദ്ദനം വീടുണ്ട്, അവരുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണ്? തികച്ചും അന്നത്തെ ആ മർദ്ദനത്തിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകരടക്കം ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊരു കരുത്തായി നിന്നത് പാർട്ടിയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ സഞ്ജു എന്ന് പറയുന്ന ചെക്കന് തികച്ചും ഒരു വീട് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ് സഞ്ജു. അവരുടെ ചികിത്സയ്ക്ക് ഏകദേശം ഇന്ന് ഈ ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ ലക്ഷങ്ങൾ തന്നെ നിലവിലുണ്ട്. ഇവിടുത്തെ കാസർഗോഡ് MP അടക്കം, കണ്ണൂർ MP അടക്കം പാർട്ടി നേതൃത്വം ഒന്നടങ്കം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചികിത്സയൊക്കെ പൂർണ്ണമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ VD സതീശൻ സാറ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ അന്നത്തെ മുൻ KPCC പ്രസിഡന്റിനോട് വീട് KPCC ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കാനും ആ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടിന് വേണ്ടി കട്ടില വെക്കാൻ വേണ്ടി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വന്ന സമയത്ത് 1 ലക്ഷം രൂപ ആ കുടുംബത്തിന് നിപ്പ് കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. ഇന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നു, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പോലും, ആ മർദ്ദനങ്ങൾക്ക് ശേഷം കഷ്ടതകൾ അനുഭവിക്കാനും പാർട്ടി ചേർത്ത് പിടിച്ചതാണ് നമുക്കൊരു ധൈര്യം അത് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം അത് പഴയങ്ങാടിയിൽ വെച്ചായിരുന്നു. അന്നുണ്ടായ അക്രമത്തിൽ ഇപ്പോഴും സുധീഷിന്റെ ആരോഗ്യനില അത് ശരിയായ രീതിയിലിട്ട് വന്നിട്ടില്ല. ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. മറ്റ് KSU പ്രവർത്തകർ കൂടി ആ ഒരു നിലയിലാണ്. ഏതായാലും അതിൽ നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത് കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ടർ കണ്ണൂർ.